ഇടുക്കിയിൽ നിന്ന് സിബി കൂടി ചേരുന്നുണ്ട്. സിബി, ഇടുക്കിയിലെ ഒരു സ്ഥിതി എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വലിയ രീതിയിലുള്ള അതിതീവ്ര മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത്. മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, ഡാമുകൾ തുറന്നിട്ടുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതി? എന്താണ്? മഴയ്ക്ക് ശമനമുണ്ടോ? അവന്തിക, വെരി ഗുഡ് മോർണിംഗ്. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. രാവിലെ മുതൽ തന്നെ രാവിലെ 5 മണിക്ക് ശേഷം പിന്നീട് മഴ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിലും മലയോര മേഖലയിൽ കനത്ത ഒരു മണ്ണിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഒരു ഭീഷണിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലങ്കര ഡാമിലാണ്. മലങ്കര ഡാമിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലങ്കര ഡാം തുറന്ന് അതിൻ്റെ 4 ഷട്ടറുകളും തുറന്ന് വിട്ടിട്ടുണ്ട്, 5 ഷട്ടറുകളും തുറന്ന് വിട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് തൊടുപുഴ, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ, ഈ 2 ആറുകളിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പൊതുവെ ഇന്നിപ്പോൾ ആശങ്കകരമായ ഒരു സാഹചര്യമില്ല എന്ന് പറയാം. ഇടുക്കി ഡാം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാം കൂടിയാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടില്ല. കഴിഞ്ഞ ഒരു 24 മണിക്കൂറുള്ളിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 10 അടിയോളം ഉയർന്നിരുന്നു. എങ്കിൽ പോലും 50% പോലും അവിടെ സംഭരണ ശേഷിയായിരുന്നു. അത്രത്തോളം പോലും ജലനിരപ്പ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് ആശങ്കയില്ല. പക്ഷേ 4 ഡാമുകൾ, ചെറിയ ഡാമുകളാണ് അവിടെ എല്ലാത്തിനെയും ഇപ്പോൾ തുറന്നിട്ടുള്ളത്. 4 ഡാമുകൾ തുറന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പള, മലങ്കര, ഈ ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. കൂടാതെ രാത്രി യാത്രാ നിരോധനം പൂർണ്ണമായും ഇപ്പോൾ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പലയിടത്തും ശക്തമായ കാറ്റും മണ്ണിടിച്ചൽ ഭീഷണിയൊക്കെ ഉണ്ട്. കൂടാതെ ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിലെ ഒരു കണക്കനുസരിച്ച് 8ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. 8ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 132 പേരെ ഇപ്പോൾ താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന മലങ്കര ഡാമിലെ ജലനിരപ്പ് 41.46 മീറ്ററാണ്. ഇവിടെ സംഭരണശേഷി 34.84 മീറ്ററാണ്. എങ്കിൽ പോലും ഒന്നിനെയും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ചെറിയ ചെറിയ ഡാമുകൾ ഇപ്പോൾ തുറന്നു വിട്ടുകൊണ്ട് വെള്ളം താഴേക്ക് ഇപ്പോൾ പുറത്തുവിട്ടേക്ക് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ മരം വീണ് അവിടെ ഒരു ഗതാഗതം സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും മരം മുറിച്ച് നിൽക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പൊതുവേ ഇടുക്കി ജില്ലയിൽ ഈ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ അത് വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ മഴ പെയ്തു എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പൊതുവേ മഴ കുറവാണെന്ന് തന്നെ പറയാം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്നലെ ചില ഇടങ്ങളിൽ ചെറിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെയും കൃത്യമായി ക്ലീൻ ചെയ്ത് കൃത്യമായി അവിടെയെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് ഗതാഗതമൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്നിപ്പോൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അവന്തിക, എന്തായാലും ആശ്വാസകരമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ.